മദ്യനയ പരിഷ്കരണത്തിന് പ്രാഥമിക ചർച്ച പോലും നടന്നില്ലെന്ന സർക്കാർ വാദം പൊളിക്കുന്ന രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷം. ഈ മാസം 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ ഒന്നാം വിഷയം മദ്യനയ പരിഷ്കാരം. എക്സൈസ് മന്ത്രിയെ മറികടന്ന് ടൂറിസം മന്ത്രി അനാവശ്യ തിടുക്കം കാട്ടിയതെന്തിനെന്ന് VD സതീശൻ മന്ത്രിയുടെ അറിവോടെയല്ല യോഗം വിളിച്ചെന്ന് വിശദീകരിച്ച ടൂറിസം ഡയറക്ടർ. സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാണക്കേടിന്റെ നടുക്കടലിൽ KSU. എ ഗ്രൂപ്പും സുധാകര പക്ഷവും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ തമ്മിലടി. മുഖം നഷ്ടപ്പെട്ടതോടെ അന്വേഷണ കമ്മീഷനെ വെച്ച് KPCC. കൂട്ടയടിക്ക് തൊട്ടു മുൻപുള്ള കൂട്ടനൃത്തത്തിന്റെ ദൃശ്യങ്ങളും പുറത്ത്. ഉത്തരം മുട്ടിയപ്പോൾ മാധ്യമങ്ങളോട് കയർത്ത് KSU സംസ്ഥാന പ്രസിഡന്റ്. 7 നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കിയ ഡൽഹി വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ തീപിടുത്തം വരുത്തിവെച്ച ദുരന്തം. ബേബി കെയർ ആശുപത്രി പ്രവർത്തിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് പരാതി. താഴത്തെ നിലയിലുള്ളത് ഓക്സിജൻ സിലിണ്ടറുകളുടെ ഗോഡൌൺ. ആശുപത്രി ഉടമ അറസ്റ്റിൽ. മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ. ഗുജറാത്ത് രാജ്കോട്ടിലെ ഗെയിം സെന്ററിലെ തീപിടുത്തം വൻ ദുരന്തമായതിനു പിന്നിലും കടുത്ത നിയമലംഘനങ്ങൾ. കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റ് പോലും ഇല്ലായിരുന്നെന്ന് റിപ്പോർട്ട്. എത്തിയ കുട്ടികളെ മുഴുവൻ ടിക്കറ്റ് നൽകി ഗെയിം സെന്ററിലേക്ക് കയറ്റി. തീപിടുത്തത്തിൽ മരണം 32ആയി. ഉടമയടക്കം 3 പേർ അറസ്റ്റിൽ. കടുത്ത വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെ യൂട്യൂബർ ധ്രുവ് റാഠിക്കെതിരെ സ്വാതി മാലിവാൾ MP. ആം ആദ്മി നേതാക്കൾ സ്വഭാവഹത്യ നടത്തിയതോടെ വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും. ധ്രുവ് റാഠിയുടെ വീഡിയോ കാര്യങ്ങൾ വഷളാക്കിയെന്നും സ്വാതി. ടെല്ലവീവിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രയേലിനെ ഞെട്ടിച്ച് ഹമാസ്. റഫേലിൽ നിന്ന് തൊടുത്തത് 8 റോക്കറ്റുകൾ. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. നിരവധി റോക്കറ്റുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തെന്ന ഇസ്രയേലിന്റെ അവകാശവാദം. റിമാൽ ചുഴലിക്കാറ്റ് അർദ്ധരാത്രിയോടെ കരതൊടുമെന്ന മുന്നറിയിപ്പോടെ ബംഗാൾ കടുത്ത ജാഗ്രതയിൽ. 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാറ്റ് വീശുക മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ. തൃശൂർ പോലീസ് അക്കാദമിയിൽ ലൈംഗികാതിക്രമ പരാതി. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മേലുദ്യോഗസ്ഥൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിക്കാരി. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി. ആഭ്യന്തര സമിതി അന്വേഷണം തുടങ്ങി. സമസ്തയിലെ ഭിന്നതയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പഴിച്ച് SYS നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. സമസ്തയ്ക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ഉണ്ടെന്ന് ആദ്യം പ്രചരിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി. ലീഗും സമസ്തയും തമ്മിലുള്ള ഇപ്പോഴത്തെ തർക്കവും പരിഹരിക്കാൻ കഴിയുമെന്ന് ഹമീദ് ഫൈസി. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റിന്റെ സംവിധായകയ്ക്കും അഭിനേതാക്കൾക്കും അഭിനന്ദന പ്രവാഹം. മലയാളി താരങ്ങളായ കനി കുസൃതിയെയും ദിവ്യപ്രഭയെയും അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. കേരളത്തിന്റെ അഭിമാനമെന്ന് സിനിമാ ലോകം. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം.